എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ശ്രീനാരായണ ഗുരുവിനെ പറ്റി ചർച്ച ചെയ്യാതിരിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ഇന്ന് PSC കോച്ചിങ് ഇല്ല. നമുക്ക് ഏതായാലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നതുകൊണ്ടാണ് PSC കോച്ചിങ് ഇല്ലാതിരിക്കുന്നത്. ജനനം, ശ്രീനാരായണ ഗുരുവിന്റെ ജനനം 1856 ആഗസ്റ്റ് മാസം 28-ാം തീയതി ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി വയൽവാരം എന്ന വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. മരണം 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ശിവഗിരി മഠത്തിലാണ് ശ്രീനാരായണ ഗുരു സമാധി അടയുന്നത്. ഇത് ഞാൻ പറയാനുള്ളൊരു കാര്യം, ജനനവും മരണവും സൂചിപ്പിച്ചതിന്റെ പ്രധാന കാരണം ശ്രീനാരായണ ഗുരു ഒരു ദൈവമല്ല, ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ ഈഴവ വിഭാഗക്കാരും അതേപോലെ ഹിന്ദുക്കളൊക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ ദൈവമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രീനാരായണ ഗുരു ദൈവമല്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മറിച്ച് ഒരു ചരിത്ര പുരുഷനും ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. ആ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ്, ശ്രീനാരായണ വചനങ്ങളെയൊക്കെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ ദല്ലാളനായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് വർത്തമാന കാലഘട്ടം കടന്നു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചതയാഘോഷമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ചിങ്ങമാസം ചതയ നക്ഷത്രം ശ്രീനാരായണ ജയന്തിയാണ്. 100% ആചരിക്കട്ടെ, നല്ലത് തന്നെയാണ്. വലിയൊരു മനുഷ്യന്റെ ചതയാഘോഷം ആചരിക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള തെറ്റുമില്ല. മതസൗഹാർദ്ദം, അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യമായിരുന്നത്. ജാതി മതഭേദമന്യേ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള അറിവ്, ജാതി ഭേദമന്യേ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള അറിവാണ് ശ്രീനാരായണ ഗുരു പ്രദാനം ചെയ്തിരുന്നത്. അല്ലാതെ ഒരു ജാതിയുടെയും വക്താവായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഗുരു ഒരു ജാതിയുടെയും ആളായിരുന്നില്ല. ഒരു ജാതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. ഒരു ജാതിയുടെ വക്താവായിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ജാതിക്ക് വേണ്ടിയും ഗുരു പ്രവർത്തിച്ചിരുന്ന ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചിരുന്ന. ജനിച്ചത് ഈഴവ സമുദായത്തിലായിരുന്നു. ഈഴവ സമുദായത്തിലായിരുന്നെങ്കിലും ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് പ്രധാന സന്ദേശം ശ്രീനാരായണ ഗുരുവിന്റെ അതായിരുന്നു. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് ശ്രീനാരായണ ഗുരു അന്ന് ഉദ്ഘോഷിക്കുകയാണ് ചെയ്തിരുന്നത്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള ചിന്താഗതിയായിരുന്നു ശ്രീനാരായണ വെച്ച ലോകത്തിന് മൊത്തം വെച്ചിരുന്ന സന്ദേശം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് വയ്ക്കുമ്പോൾ അന്ന് വെച്ച സന്ദേശത്തെ ഇന്നത്തെ SNDP-ക്കാര് അല്ലെങ്കിൽ ശ്രീനാരായണ ഭക്തര് അതിനെയൊക്കെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നത്. ഒരു ജാതി എന്ന് പറയുന്ന ഈഴവ വിഭാഗവും, ഒരു ജാതി എന്ന് പറയുന്ന ഈഴവ വിഭാഗവും, ഒരു മതം എന്ന് പറയുന്ന ഹിന്ദുമതവും, ഒരു ദൈവം എന്ന് പറയുന്ന ശ്രീനാരായണമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലൂടെ വർത്തമാന കാലഘട്ടം കടന്നു പോകുമ്പോൾ എന്ത് ഗതികേടിലാണ് ഇന്നത്തെ പൊതുസമൂഹം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ജാതിയുടെ വക്താവായിരുന്നില്ല ശ്രീനാരായണ ഗുരു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതി ചോദിച്ചിരുന്നില്ല, മതം പറഞ്ഞിരുന്നില്ല. എല്ലാ ജാതിയും ഏകോദര സഹോദരങ്ങളായി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജാതി എന്ന് പറയുന്ന ഈഴവ വിഭാഗത്തെയും, ഒരു മതം എന്ന് പറയുന്ന ഹിന്ദു മതത്തെയും, ഒരു ദൈവം എന്ന് പറയുന്ന ശ്രീനാരായണമയമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പ്രബുദ്ധരായ ജനവിഭാഗം തിരിച്ചറിയണം, ചിന്തിക്കണം. ഇതിനുവേണ്ടി ഇവര് മതക്കച്ചവടം നടത്തിയാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു വിഭാഗീയ പ്രവർത്തനം ചെയ്യുന്നതാണ് ഇന്നത്തെ SNDP-ക്കാർ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയം ഉണ്ടാകാം, ഈ ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു ചെയ്തിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. ശിവപ്രതിഷ്ഠ എന്തിനു വേണ്ടിയാണ് ശിവപ്രതിഷ്ഠ നടത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. അന്നത്തെ അധകൃത വിഭാഗത്തിന്, വരേണ്യ വിഭാഗത്തിന് മാത്രമാണ് അമ്പലങ്ങളിലും ക്ഷേത്രപ്രവേശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അന്ന് ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താനുള്ള അവകാശം അവർണർക്കുണ്ടായിരുന്നില്ല. സവർണാധിപത്യം നിലനിന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരാധന നടത്താനും ധ്യാനം നടത്തുവാനാണ് യഥാർത്ഥത്തിൽ ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തിയത് എന്നുള്ള കാര്യം തിരിച്ചറിയണം. അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് എല്ലാവിധ നാനാജാതിയിൽപ്പെടുന്ന വിഭാഗങ്ങളിൽപ്പെടുന്നവർക്കൊക്കെ തന്നെ അവിടെ വന്ന് ധ്യാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അല്ലാതെ ഒരു മതമേധാവിത്വത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം വേണ്ടിയിട്ടില്ല. ശ്രീനാരായണൻ പിന്നെ തുടർന്ന് പറഞ്ഞ എന്താണ്, ജാതിഭേദവും മതവിദ്വേഷവും ഇല്ലാതെ സർവരും സോദരത്തേന വാഴുന്നു, മാതൃകാസ്ഥാനം എന്നാണ് പറഞ്ഞത്.
ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശ്രീനാരായണൻ ശിവപ്രതിഷ്ഠ ചെയ്തതിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ്, ജാതിഭേദവും മതവിദ്വേഷവുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നാണ് ഗുരു നിർദ്ദേശിച്ചത്. ഒരു ജാതിയിലോ ഒരു മതത്തിലോ ഒരു വിശ്വാസമില്ലാതെ ലോകത്തുള്ള സമസ്ത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സന്ദേശം കൊടുക്കുന്ന ആ ഗുരു സന്ദേശത്തെ എത്ര അളവിൽ ശ്ലാഘനീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എവിടെയാണ് ജാതി ശ്രീനാരായണൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? പിന്നോക്കം നിന്ന് വിഭാഗക്കാരെ മുന്നോക്കം കൊണ്ടുവരുന്നതിനാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നോക്കാവസ്ഥയിൽ നിന്ന് അടിച്ചമർത്തപ്പെടുന്ന പൊതുസമൂഹത്തെ അവരെ മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് മാത്രമല്ല, മറ്റൊരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു. ലോക മാനവികതയായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ലോക മാനവികത. ആ ലോക മാനവികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ശ്രീനാരായണ ഗുരു ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വിദ്യ കൊണ്ട് സർവ്വതും നേടാവുന്ന രീതിയിൽ വിദ്യ കൊണ്ട് അറിവ് നേടുവാനാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അരുവിപ്പുറത്ത് ഈ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഒട്ടനവധി ക്ഷേത്രങ്ങൾ നടത്താനുള്ള അവസരങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ശ്രീനാരായണ അതിനെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ ക്ഷേത്രങ്ങൾ പണിയരുത്, മറിച്ച് പണിശാലകൾ തീർക്കാനാണ് പറഞ്ഞത്, മറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർക്കാനാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ക്ഷേത്രങ്ങൾ നാടിന് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ക്ഷേത്രങ്ങളായി ഇനി ക്ഷേത്രങ്ങൾ പണിയരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ തൊഴിൽശാലകളും പണി തീർക്കാനാണ് പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ജാതിയിലും ഒരു മതത്തിലും ഒരു വിശ്വാസം നമ്മുടെ ഊന്നിലെടുത്തുള്ള വിശ്വാസം, ആ വിശ്വാസം ലോകത്തെമ്പാടും നമ്മൾ പ്രചരിപ്പിക്കാനായിട്ട് ജനക്ഷേമ സമിതിയും പൗരാവകാശ സംരക്ഷയും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുത്തതാണ്. ഇന്ന് മതഭ്രാന്തന്മാരുടെ ഒരു ലോകമായി നമ്മുടെ ലോകം മാറുന്ന ഒരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് കേരളം മാറുന്ന ഒരവസ്ഥയിലേക്കാണ് മാറുന്നത്. നമുക്ക് മതങ്ങൾ കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മതങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, മതങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഇത് തിരിച്ചറിയണം, മതങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് മാത്രമല്ല, ദൈവത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിലേക്ക് എത്താൻ ഇടനിലക്കാരുടെ ആവശ്യമെന്ത്? ഇടനിലക്കാരില്ലാതെ ദൈവത്തിനോട് നമുക്ക് നേരിട്ട് പറഞ്ഞുകൂടെ? ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ പോയി ഇരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യം അവിടെ ഒന്നും ചിന്തിക്കുന്നുണ്ട? ഒരു കോൺക്രീറ്റ് സൗധത്തില് ദൈവം ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? നമുക്കറിയാം, ഹിന്ദുക്കളിലെ ഏറ്റവും വലിയ ദൈവമായ ശിവൻ പറഞ്ഞത് എന്താണ്? ദൈവം രാവണൻ ലങ്കപണത് ശിവനെ അവിടെ ഇരുത്താൻ വേണ്ടി, ശിവനെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലങ്കപണത്. പുരാണങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. അപ്പൊ ശിവൻ രാവണനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആകാശമാണ് എന്റെ മേൽക്കൂര, കാനനമാണ് എന്റെ അന്ത്യവാസം എന്ന് പറയുന്നത്. ലോകത്ത് സർവ്വവ്യാപികളാണ് എല്ലാ ദൈവങ്ങളും എന്ന് ചിന്തിച്ചിരിക്കുക. ആ ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് പ്രത്യേകമായിട്ടുള്ള കോൺക്രീറ്റ് സൗധങ്ങൾ തീർത്ത ആകാശം മുട്ടുന്ന പള്ളിയിലും ആകാശം മുട്ടുന്ന അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കേണ്ട എന്താവശ്യം എന്ന് പറയും? ഇതൊരു മതനിന്ദ പരത്തുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് വരണ്ട. എല്ലാ ജാതിയും എല്ലാ മതവും ഒറ്റ ദൈവവും ഒറ്റ മതവുമായി മാറുന്ന ഒരു ലോക സന്ദേശമാണ് ശ്രീനാരായണ ഗുരു ചെയ്തതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ജനക്ഷേമ സമിതി നടത്തുന്ന, പൗരാവകാശ സംരക്ഷണ സമിതി നടത്തുന്ന, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ നടത്തുന്ന ഇത്തരത്തിലുള്ള ഉറച്ച നിലപാടുകളുമായി നിങ്ങളുടെ പരിപൂർണ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വൺ സ്ട്രഗിൾ മീഡിയ, ശിവദാസൻ നന്ദിയാട്ട്. ഓക്കെ, താങ്ക് യു.